ഇത്തവണയെങ്കിലും രക്ഷപ്പെടണം. ഓണം ഇങ്ങെത്തി. ഐഡിയ കിട്ടി. ഓണം പൊക്കോണം. ഈ കൊല്ലം പുലിവേഷം കെട്ടോന്ന് ഞാനൊന്നും ഇല്ല. എല്ലാ കൊല്ലം ഇയാള് വേട്ടക്കാരൻ, ഞാൻ പുലി. അവസാനം പുലിനെയും വെടിവെച്ചിട്ട് വേട്ടക്കാരൻ പൈസയും കൊണ്ടുപോകും. നമ്മുടെ കൂട്ടത്തിലെ പുലി ആരാ? അത് ഞാൻ. പക്ഷെ ഈ കൊല്ലം അതല്ല, നമ്മൾ പായസം വിൽക്കുന്നു. പായസം ഞാൻ ഉണ്ടാക്കൂലേ? എടാ, ഇതൊരു ചെറിയ ബിസിനസ് അല്ല, ഇതൊരു ലാർജ് ഇൻഡസ്ട്രിയൽ ബിസിനസ് ആണ്. എടാ, നാളെ മുതൽ നമ്മൾ വിളിച്ചതും വിളിക്കാത്തതുമായ എല്ലാ കല്യാണങ്ങൾക്കും പോകുന്നു. അവിടെ ബാക്കിയായ പായസം നമ്മൾ കയ്യോടെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ചെലവില്ലാതെ കുറെ പായസം കിട്ടുന്നു. അത് നമ്മൾ വിൽക്കുന്നു. ഓണം വരെയൊക്കെ ആ പായസം ഇരിക്കുവോ? വളിച്ചു പോകൂലേ? ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷെ കുറെ പായസം ഉള്ളപ്പോ കുറെ ഫ്രിഡ്ജ് വേണ്ടി വരില്ലേ? വേണം. അതിനല്ലേ നമ്മൾ ഇതിനു മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രിഡ്ജിന്റെ ബിസിനസ്. ആണോ? പക്ഷെ ഇത്ര ഫ്രിഡ്ജൊക്കെ ഒറ്റയടിക്ക് എത്തിക്കാൻ ഒത്തിരി ചെലവാകൂലേ? അതിനല്ലേ നമ്മൾ ഉടനെ തുടങ്ങാൻ പോകുന്ന പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ലോറി സർവീസ് ബിസിനസ്. അല്ല, ഈ ലോറികൾക്കൊക്കെ പെട്രോൾ എവിടുന്ന് അടിക്കും? നമ്മുടെ സ്വന്തം പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച പാവങ്ങളുടെ പൈസ വാങ്ങുമോ മുതലാളി? ഈ ഫുൾ ടാങ്ക് അടിക്കും. ഞാൻ പയ്യനെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല, നമ്മുടെ പമ്പ് എവിടെയാ? ഇടുക്കിയിൽ. അവിടെ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം നടക്കണ കാരണം അതിന്റെ ചുറ്റളവിലൊക്കെ നല്ല ചുടുവിലക്ക് സാധനം കിട്ടും. അല്ല, എറണാകുളത്തുനിന്ന് അവിടെ പോയി അടിക്കാന്നൊക്കെ പറഞ്ഞ ഓൺലൈൻ വഴി പെട്രോൾ എത്തിക്കണം. അതിനൊരു ഓൺലൈൻ സൈറ്റ് ഒക്കെ തുടങ്ങി. നല്ല ചെലവാ. എടാ, അതിനല്ലേ നമ്മൾ ആ ബാങ്ക് മോഷ്ടിക്കാൻ പോണത്. അയാൾ ചായ കുടിക്കാൻ പോകും. തക്ക നോക്കി കയറാം.